മഴക്കാലമാണ്. എല്ലാ കാലത്തെയും പോലെ തന്നെ മുല്ലപ്പെരിയാർ ഇപ്പോഴും ഒരു വലിയ ചർച്ചാ വിഷയമായി തന്നെ മാറുന്നുണ്ട്. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയരുന്നു എന്ന ആശങ്ക ഒരു ഭാഗത്ത് മലയാളികളെ വേട്ടയാടുന്നു, മറുഭാഗത്ത് ജലനിരപ്പ് കുറയുമോ എന്ന ഭീതി തമിഴ്നാടിനെ വലയ്ക്കുന്നു. അപ്പോഴാണ് മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനായി കേരളം തീരുമാനമെടുക്കുന്നു. ആ അണക്കെട്ട് പൊളിക്കുമെന്ന വെല്ലുവിളിയുമായി തമിഴ്നാട് രംഗത്തിറങ്ങുന്നു. വീണ്ടും സ്റ്റാലിൻ പിണറായി ബന്ധം കൂടുതൽ രൂക്ഷമായി മാറുന്നു. തമിഴ്നാട് കേരള തർക്കമെന്നത് അവരുടെ സൗഹൃദത്തെ പോലും ബാധിക്കുമെന്ന താക്കീത് ഇതിലൂടെ തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ, MK സ്റ്റാലിൻ നൽകിയിരിക്കുകയാണ്. മുല്ലപ്പെരിയാറിൽ ഇങ്ങനെ ഒരു അണക്കെട്ട് നിർമ്മിക്കാനുള്ള പാരിസ്ഥിതിക അനുമതി തേടാനുള്ള കേരളത്തിന്റെ നീക്കത്തെ അനുവദിക്കരുത് എന്നുള്ള ആവശ്യമാണ് തമിഴ്നാട് മുഖ്യമന്ത്രി ഉയർത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കത്തും നൽകിയിട്ടുണ്ട്. സുപ്രീം കോടതി ഉത്തരവ് മറികടന്നുള്ളൊരു നീക്കത്തിനാണ് കേരള സർക്കാർ ശ്രമിക്കുന്നത്. ഒരു കാരണവശാലും അതിന് അനുമതി നൽകരുത്, അതിന് തടയിടാനായി തമിഴ്നാട് മുന്നിൽ കാണും. ഈ പദ്ധതിയുമായി കേരളം മുന്നോട്ട് പോകാൻ തയ്യാറായി കഴിഞ്ഞാൽ കോടതി ഇലക്ഷൻ നടപടികളുമായി തമിഴ്നാട് ഇറങ്ങുമെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനു മുൻപ് ഇടുക്കി വട്ടവടയിൽ ചിലന്തിയാറിന് കുറുകെ തടയണ നിർമ്മിക്കുന്നത് നിർത്തിവെക്കണമെന്ന ആവശ്യം മുഖ്യമന്ത്രി പിണറായി വിജയന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ തന്നെ കത്തുമൂലം, രേഖാമൂലം തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അമരാവതി നദിയുടെ പോഷക നദിയായ ചിലന്തിയാർ ഇടുക്കി ജില്ലയിലൂടെയാണ് ഒഴുകുന്നത്. ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് കോട്ടം തട്ടാതിരിക്കണമെങ്കിൽ ഈ പ്രശ്നം വളരെ രമ്യമായി പരിഹരിക്കണമെന്നുള്ള താക്കീതാണ് കേരളത്തിന് നൽകിയിട്ടുള്ളത്. തടയണ നിർമ്മാണം നിർത്തിവെക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകണമെന്നും സ്റ്റാലിൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. കേരളം ഇങ്ങനെ തടയണ നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിലേറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് തമിഴ്നാട് തന്നെയാണ്. അമരാവതി നദിയിലെ വെള്ളം കുറയുകയാണ് അതിലൂടെ ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ തമിഴ്നാട്ടിലേക്കുള്ള നീരൊഴുക്കിനെ അത് രൂക്ഷമായി തന്നെ ബാധിക്കും. തമിഴ് കർഷകർ അതിനെ കൂടുതൽ ഭയപ്പെടുന്നുവെന്നും കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെ ഒരു ഭീതി തമിഴ്നാട്ടിൽ ജനിപ്പിക്കാൻ കേരളം തയ്യാറാകരുത്. അത് കൂടുതൽ പ്രശ്നങ്ങൾ വഷളാകാൻ മാത്രമേ കാരണമാകൂ എന്നാണ് തമിഴ്നാടിന്റെ മുന്നറിയിപ്പ്. തടയണയുടെ വിവരങ്ങൾ തമിഴ്നാടുമായോ കാവേരി നദീജല മാനേജ്മെന്റ് അതോറിറ്റിയുമായിട്ടോ ഒന്നും തന്നെ കേരളം ഇതുവരെയും പങ്കുവച്ചിട്ടില്ല. അങ്ങനെ തമിഴ്നാടിനെ അറിയിക്കാതെ ഒരു നീക്കം നടത്താനായി കേരളത്തെ അനുവദിക്കില്ല എന്നും തമിഴ്നാട് വെല്ലുവിളിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തമിഴ്നാട് ജലവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആവശ്യപ്പെട്ടതനുസരിച്ച് ചിലന്തിയാറിലെ തടയണ പദ്ധതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ വളരെ വേഗത്തിൽ തന്നെ തമിഴ്നാടിന് കൈമാറണം. ഭവാനി, അമരാവതി നദികളിൽ കേരളം ആസൂത്രണം ചെയ്യുന്ന ഈ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ വ്യക്തമായി തന്നെ സ്റ്റാലിനെ അറിയിക്കണമെന്നാണ് കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പരിസ്ഥിതിക ആഘാത പഠനം നടത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വിദഗ്ധ സമിതി 28-ാം തീയതിയാണ് നടത്താനിരിക്കുന്നത്. അന്നത്തെ യോഗത്തിൽ പരിഗണനാ വിഷയമായി തന്നെ, ടേം ഓഫ് റെഫറൻസ് ആയി തന്നെ ഇതിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ തുടർന്നാണ് പ്രതിഷേധവുമായി തമിഴ്നാട് കൂടി രംഗത്തെത്തിയിരിക്കുന്നത്. ഒരു കാരണവശാലും ഇത് അനുവദിക്കില്ല, ഇങ്ങനെ ഒരു നീക്കം കേരളം നടത്താൻ പാടുള്ളതല്ല. ഈ കാര്യങ്ങളാണ് തമിഴ്നാട് ഉയർത്തുന്നത്. തടയണ നിർമ്മാണം നിർത്തിയാൽ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കാൻ കഴിയുമെന്നും അത് നിർത്തിക്കാനായി സംസ്ഥാനം അടിയന്തര ഇടപെടൽ നടത്തണമെന്നും AIADMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി ആവശ്യപ്പെടുകയുണ്ടായിരുന്നു. ഒപ്പം തന്നെ BJP സംസ്ഥാന പ്രസിഡന്റ് K അണ്ണാമലയും ADMK നേതാവ് വൈക്കോയും ഒക്കെ വലിയ തോതിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. അതിനെ തുടർന്നാണ് സ്റ്റാലിന് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തിരിയേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം തന്നെ തടയണ നിർമ്മാണം നടക്കുന്ന ഈ വട്ടവടയിൽ തമിഴ്നാട് ജലവകുപ്പ് ഉദ്യോഗസ്ഥർ ഒരു സന്ദർശനം നടത്തിയിരുന്നു, കാര്യങ്ങൾ നിരീക്ഷിച്ചിരുന്നു. ഇതേ സംബന്ധിച്ചൊരു റിപ്പോർട്ടും തമിഴ്നാട് സർക്കാരിന് നൽകിയിരുന്നു. അതിലൂടെ തമിഴ്നാട് സർക്കാരിൻ്റെ അനുമതിയില്ലാതെയാണ് ഈ അണക്കെട്ട് നിർമ്മിക്കാനായി കേരള സർക്കാർ ശ്രമിച്ചത് എന്നുള്ളത് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇതിന് അനുമതി നൽകരുത് എന്നുള്ള കത്താണ് തമിഴ്നാട് ഔദ്യോഗികമായി ഇപ്പോൾ പരിസ്ഥിതി മന്ത്രാലയത്തിന് നൽകിയിരിക്കുന്നത്. അതേസമയം ഈ സംഭവത്തിൽ കേരള ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രതികരിക്കുകയുണ്ടായിരുന്നു. വട്ടവടയിലെ ചിലന്തിയാറിൽ ഇപ്പോൾ നടക്കുന്നത് കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള വിയർ മാത്രമാണ്.